ഹലോ, നമസ്കാരം. കിങ് ഓഫ് കൊത്ത കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം സ്വന്തം നമ്മുടെ മുത്ത് ദുൽഖർ സൽമാന്റെ ഇനി മലയാളത്തിൽ ഇറങ്ങാനിരിക്കുന്ന സിനിമ, ദാറ്റ് മീൻസ് 2023 ശേഷം. 2023 കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ്. 2023 കഴിഞ്ഞിട്ട് ഇനി 2026 ഇറങ്ങാനിരിക്കുന്ന സിനിമയാണ് ഐ ആം ഗെയിം. എന്താണെങ്കിലും ആ പേര് പോലെ തന്നെ ഇതൊരു ഗംഭീര ഗെയിം ചേഞ്ചർ ആവട്ടെ. ഗെയിം ചേഞ്ചർ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെൽക്കം ബാക്ക് ദുൽഖർ സൽമാൻ എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയായിട്ട് മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ ഈ സിനിമയെ കുറിച്ചിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് സംസാരിക്കാറായിട്ടില്ല. അങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ബിക്കോസ് ഇതിന്റെ ടീസറോ ട്രെയിലറോ അങ്ങനെ കാര്യമായിട്ട് ഒരു പരിപാടിയും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല. ആകെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ആക്ച്വലി എത്തിയത്. ബട്ട് സ്റ്റിൽ ആസ് എ പ്രേക്ഷകൻ നമുക്ക് നമ്മുടേതായ ചെറിയൊരു ജഡ്ജ്മെന്റ് ആക്ച്വലി ഉണ്ടാവുമല്ലോ. നമ്മുടേതായ ഒരു ചെറിയ വിശ്വാസവും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഉണ്ടാവുമല്ലോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഒറ്റ പേര്: ദ റൈറ്റർ ഡയറക്ടർ നഹാസ് ഹിദായത്. എന്താ പേര് മട്ടും പോതും ഇപ്പോ തൽക്കാലം പ്രതീക്ഷ വെക്കാൻ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല നല്ല കാര്യമായിട്ടുള്ള വിശ്വാസവും പ്രതീക്ഷയും ഈ സിനിമയിലുണ്ട്. അതിന്റെ കാരണം ഈ റൈറ്റർ ഡയറക്ടറാണ്, നഹാസ് ഹിദായത്താണ്. അയാൾ വെറുതെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എഴുതി കൂട്ടുന്ന ഒരാളല്ല, അല്ലെങ്കിൽ എടുത്തു വെക്കുന്ന ഒരാളല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം, നന്നായിട്ട് പറഞ്ഞാൻ അറിയാം. ഓൾറെഡി അയാൾ കാണിച്ചു തന്നതാണ്. ആൾക്കാരുടെ പൾസ് കൃത്യമായിട്ട് അറിഞ്ഞു പണ്ട് എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. മൂപ്പർക്കറിയാം ആൾക്കാര് എവിടെ കൈയടിക്കും, ആൾക്കാര് എന്തിന് അവിടെ കൈയടിക്കണം എന്നുള്ളതിന്റെ റീസണും അയാൾക്ക് എഴുത്തിൽ പ്ലേസ് ചെയ്യാൻ അറിയാം, കൃത്യമായിട്ട് അറിയാം. അത്രയേ ഉള്ളൂ. അതാണ് ഇയാളോടുള്ള എനിക്കുള്ള പ്രതീക്ഷ. RDX നമ്മൾ കണ്ടതാണല്ലോ. RDXന്റെ ഞാൻ ചെയ്ത റിവ്യൂ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി നോക്കൂ. എനിക്ക് ആ പടം കഴിഞ്ഞ് വന്നിട്ടും ആ എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 3 തവണ പോയിട്ട് കണ്ട സിനിമയാണത്. എജാതി പടമായിരുന്നു. അങ്ങനെ ഒരു പടം എടുക്കുന്ന പറയുന്നത് എളുപ്പമല്ലെന്നേ. അതായത് അടിപ്പ പൊട്ട അവന്റെ ചെറുട് നോക്കി കൊടുക്കുക എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് അയാൾ അവിടെ കൊടുത്തു. മാത്രമല്ല, ക്യാരക്ടർ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അവിടെ. ആ 3 പേർക്കും 3 പേരുടേതായ ക്യാരക്ടറിസ്റ്റിക്സും 3 പേരുടേതായിട്ടുള്ള അടിപിടി പരിപാടിയും കൊടുത്തത് തന്നെ ഒരു ക്ലെവർ ആയിട്ടുള്ള മൂവാണ്. അതൊന്ന്. ഇനി 2, ഫൈറ്റ് സീക്വൻസ് അയാൾ പ്ലേസ് ചെയ്ത രീതി. എന്തൊരു അതായത് ക്യൂ നിന്ന് അടിക്കുക എന്ന് പറയുന്ന പരിപാടിയല്ല. അത് ഇയാളുടെ ഐഡിയയിൽ നിന്ന് വരുന്നതാണ്. ഓഫ് കോഴ്സ് ഇതിന്റെ കോറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ആൾക്കാർ ബെസ്റ്റ് പൊളിയാണ്. ബട്ട് ഡയറക്ടറിന്റെയും ഒരു ഐഡിയ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഉണ്ടാവുമല്ലോ. കൺവിൻസിങ് ആയിട്ട് എടുക്കുക എന്ന് പറയുന്ന സംഭവം. അതിൽ ആ മറ്റേ കോളനി കയറിയിട്ടുള്ള ഫൈറ്റ് ഒക്കെ എൻജോയ് ഫൈറ്റ് നമ്മളിങ്ങനെ ഇരുന്ന് കാണുന്നത്. അതിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാ ഫൈറ്റും പൊളിയായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. ആൻഡ് ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ടൊരു കണക്ഷൻ കിട്ടും. ഇമോഷണൽ ആയിട്ട് നമുക്ക് ആ മാസ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ആ തരത്തിലൊരു പടം എടുക്കാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമില്ല. അത് നല്ല പണി അറിയാവുന്ന കേണ്ണാൻ കാഴ്ച ഡയറക്ടേഴ്സിനെ കൊണ്ട് റൈറ്റേഴ്സിനെ കൊണ്ട് മാത്രം പറ്റുന്നൊരു പരിപാടിയാണ് അത്. ആ സിനിമയ്ക്കകത്ത് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. ആ റൈറ്റർ ഡയറക്ടർ തന്നെയാണ് ഈ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ ദുൽഖർ സൽമാനെ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെ വിശ്വാസം ഇല്ലാതിരിക്കും, എങ്ങനെ പ്രതീക്ഷ ഇല്ലാതിരിക്കും? എനിക്കുണ്ട്. അപ്പോ ഇത് പൊളിക്കും. ഇതൊരു ഗംഭീര ദുൽഖർ സൽമാന്റെ മലയാളത്തിലേക്കുള്ള കംബാക്ക് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ കിങ് ഓഫ് കൊത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ എന്ത് ഊക്കിയത്, ആ സിനിമേനെ വാലിച്ച് കീറിയില്ലേ, റോസ്റ്റ് ചെയ്ത് വണ്ടാറടക്കി വിട്ട്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു പടമായിരുന്നു അത്. പിന്നെ ദുൽഖർ സൽമാന്റെയും ആൾക്കാർ വെറുതെ വിട്ടില്ല. പാവം ആ ചങ്ങാതിയും കുറെ റോസ്റ്റുകൾ ഏറ്റുവാങ്ങി, പല പേരുകൾ മൂപ്പർക്ക് കിട്ടി. ആപ്പിൾ രാജു, കൊത്തരായു എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ആകെ നാണക്കേടായ ഒരു അവസ്ഥ. ആ കോക്കിന്റെ വീഡിയോ ലെങ്തി വീഡിയോ ആയിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ അങ്ങേരുടെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എത്രയാണ്, 16 മിനിറ്റോ 18 മിനിറ്റോ 19 മിനിറ്റോ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങേരുടെ കിങ് ഓഫ് കൊത്തർ റിവ്യൂ വീഡിയോ. ഊക്കോട് ഊക്ക്. അപ്പോ
അങ്ങനെ ഊക്കും വാങ്ങിയ സിനിമ, അങ്ങനെ ഊക്ക് വാങ്ങിയ ദുൽഖർ സൽമാന്റെ 2023 ഇറങ്ങിയ സിനിമയ്ക്ക് ശേഷം വരാൻ വേണ്ടി പോകുന്ന സിനിമയാണ് അയാം ഗെയിം. നഹാസ് ഹിദായത്ത് RDX, അത് 2023 ഇറങ്ങിയ സിനിമയാണ്. അപ്പൊ പുള്ളിയുടെ 2023 ശേഷം വരാൻ വേണ്ടി പോകുന്ന സിനിമയാണ് അയാം ഗെയിം. അപ്പോ എല്ലാത്തിന്റെ ഒരു മറുപടി, അല്ലെങ്കിൽ മോനെ എനിക്കും പണ്ണ മുടിയുണ്ടാ, ഞാൻ പണ്ണി കാട്ടേണ്ട, എനിക്ക് ഇത് മുടിയാത് അത് മുടിയാതെന്ന് നീതാ സൊന്നല്ലേ, എനിക്കിത് പണ്ണ മുടിയും എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാവട്ടെ ഇത് ദുൽഖർ സൽമാന്റെ. അപ്പൊ ദിസ് ഈസ് പേഴ്സണൽ ഫോർ മീ. എനിക്ക് മാത്രമല്ല, ദുൽഖറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇത് പേഴ്സണലാണ് ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്. ഈ സിനിമ സക്സസ് ആവും തന്നെയാണ് ആക്ച്വലി പ്രതീക്ഷിക്കുന്നത്. പിന്നെ RDXന്റെ കാര്യം ഒന്നുകൂടി ഞാനൊന്ന് എടുത്ത് പറഞ്ഞോട്ടെ. RDXന്റെ പോസ്റ്ററോ എന്ന സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആൾക്കാർ കൂറ പോസ്റ്ററോ എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ നീരജ് മാധവ്, അയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ. ഇവനൊക്കെ എന്തിനാണ് ഈ പടത്തിന്റെ അകത്ത്, ഇവനെ കൊണ്ടൊക്കെ എങ്ങനെ ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് ഭീകരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയാളെ. പക്ഷെ ആ പടം വന്നപ്പോഴോ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയതും ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗീകരിച്ചതും നീരജ് മാധവിന്റെ പെർഫോമൻസ് ആണ്. പണിയെടുത്തു. അപ്പോ അവിടെ നീരജ് മാധവന്റെ പെർഫോമൻസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ സിനിമയിലേക്ക് അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നഹാസ് ഹിദായത്ത്, അയാളുടെ സെൻസ്, അതായത് നീരജ് മാധവനെ കൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ഇയാൾക്ക് ഉണ്ടാവുകയും ചെയ്യിക്കുകയും ചെയ്തല്ലോ. ഇവിടെ DQനെ ഇയാൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒരു പ്ലേസ്മെന്റ് ആയിരിക്കില്ല. നീരജിനെ അവിടെ ചെയ്യിച്ചു. ഇവിടെ DQനെ കൊണ്ടും അതിന്റെ മേളില് ഇയാൾ ജയിക്കും. DQന്റെ, നീരജിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, കാലിബർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇയാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ DQന്റെ പൊട്ടൻഷ്യൽ എന്താണ്, കാലിബർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നഹാസ് DQനെ കൊണ്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ആസ് എ സിനിമയെ ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു സാധാ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയ കാര്യം പറയുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഇടയിൽ ആക്ഷനും സ്റ്റൈലും പരിപാടികളും ഒക്കെ കാണാൻ വേണ്ടി പറ്റും തന്നെ പ്രതീക്ഷിക്കുന്ന നഹാസ് അടിപൊളിയായിട്ട് ദുൽഖറിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാ മേഖലയിലും ഇതിന്റെ ടീം തന്നെ പൊളിയല്ലേ. എഡിറ്റിംഗിലായിക്കോട്ടെ, മ്യൂസിക്കിലായിക്കോട്ടെ, ഇതിന്റെ ടീം തന്നെ പൊളിയാണ്. ആക്ച്വലി പൊളി ടീമാണ്. ഫൈറ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, ആന്റണി പെപ്പെ ആക്ച്വലി ഇതിന്റെ അകത്ത് ഉണ്ട്. കിടിലൻ കാസ്റ്റിംഗ് ആണ്, അത് എടുത്തു പറയുകയാണെങ്കിൽ. സോ ആസ് എ പ്രേക്ഷകൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇനി നിങ്ങൾ എന്റെ അടുത്ത് പറയരുത്, അല്ലല്ലല്ലല്ല ഒരു മിനിറ്റ്, ഞാൻ ചില കമന്റ്സും പോസ്റ്റും ഒക്കെ FBയിൽ കണ്ടായിരുന്നു. നമ്മുടെ എന്റർടൈൻമെന്റ് കിഴിയുടെ വീഡിയോ ഞാൻ കണ്ടു. അതിന്റെ താഴെ 1-2 കമന്റ് വന്നതാണ്. കൊത്തരാജ് ഓർമ്മയുണ്ടല്ലോ അല്ലേ, അതുപോലെ ആവുമായിരിക്കുമല്ലോ അല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. എടാ വിഡ്ഢി കൂഷ്മാണ്ടങ്ങളെ, വിവരം കട്ട വിവരദോഷികളെ, ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഒന്ന് അതിന്റെ ഹിസ്റ്ററി പരിശോധിക്കണം. കിങ് ഓഫ് കൊത്തയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു പുതുമുഖമായിരുന്നു. അപ്പൊ അതിനെ അങ്ങനെ കാണണം. അപ്പൊ അതുപോലെ ആയിരിക്കും ഇത് എന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡയറക്ടർ ആരാണ്, ഇതിന്റെ റൈറ്റർ ആരാണെന്ന് കൂടി ഒന്ന് ചകഞ്ഞു നോക്കണം. ഇത് RDX എടുത്ത ചങ്ങാതിയാ. അപ്പൊ അത് വെച്ച് ജഡ്ജ് അത് വെച്ച് ജഡ്ജ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ വിഡ്ഢിത്തരം കൊണ്ടൊന്നും ഇവിടെ എഴുന്നള്ളിച്ചോണ്ടൊന്നും ആക്ച്വലി വരണ്ട. ഈ സിനിമയ്ക്ക് ഓർഗാനിക്കായ ഒരു ഹൈപ്പ് ഉണ്ട്. ഓർഗാനിക്കായിട്ട് ഒരു ആൾക്കാരുടെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട്. അത് ഓർഗാനിക്കായിട്ട് ഉണ്ടായത് അത് ആ റൈറ്റർ ഡയറക്ടറിൽ ഉണ്ടാവുന്ന ഒരു വലിയ വിശ്വാസമാണ്. ഓഫ് കോഴ്സ് ദുൽഖറിനെ നമുക്ക് ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ ദുൽഖറിനെ കൊണ്ട് വരുന്നത് നഹാസ് ഹിദായത്താണ്, RDXന്റെ ഡയറക്ടറാ. അപ്പൊ ഒബ്വിയസ്ലി ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇപ്പൊ മറ്റേ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്, ക്യൂബ്സ് അല്ലേ മറ്റേ മാർക്ക് കൊടുത്ത ടീമിന്റെ ഒരു സംഗതി വെച്ചിട്ട് മമ്മൂക്കയുടെ സാധനം വന്നപ്പോഴേക്കും ആ പടത്തിന് ഒരു ഹൈപ്പ് വന്നില്ലേ? അതെന്തുകൊണ്ട് ആ പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് ഒരു ഹൈപ്പ് വന്നു. അപ്പൊ ഒരു പ്രൊഡ്യൂസറോടും നമുക്കൊരു പ്രതീക്ഷ തോന്നും, റൈറ്റർ ഡയറക്ടറോടും നമുക്കൊരു പ്രതീക്ഷ തോന്നും. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് ആ പ്രതീക്ഷയാണ് എനിക്ക് തോന്നുന്നത്, റൈറ്റർ ഡയറക്ടറോടുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും പടം വരട്ടെ. ഇപ്പൊ പറയാറൊന്നും ആയിട്ടില്ല, പോസ്റ്റർ മാത്രമാണ് വന്ന്. ബട്ട് സ്റ്റിൽ ഐ ആം കോൺഫിഡന്റ് അബൌട്ട് ദിസ് മൂവി. എഴുതി ഒപ്പിട്ട് വെച്ചോ, ഇത് പൊളിക്കും. ഇതൊരു കിടിലൻ ദുൽഖറിന്റെ കംബാക്ക് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പേരിലാണ് പ്രതീക്ഷിക്കുന്നത്, നഹാസ് ഹിദായത്ത്. എനിക്കിഷ്ടപ്പെട്ടു ഈ ഫസ്റ്റ് ലുക്ക്, പൊളി സാധനം. കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ആ ലുക്ക്. കമന്റിൽ നിന്നും പോസ്റ്റിൽ നിന്നൊക്കെ എനിക്ക് അത് അങ്ങനെയാണ് മനസ്സിലായത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, അത് ഓരോരുത്തരുടെ അഭിപ്രായം. ബട്ട് എനിക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട്
ഇഷ്ടപ്പെട്ടു. കിടിലൻ ലുക്ക്, പൊളി, നല്ല സ്റ്റൈലാണ് സാധനം. പോസ്റ്റർ മാത്രമല്ലല്ലോ ഇത്, സിനിമ എന്നുള്ള രൂപത്തില് ഇത് ഈ ക്യാരക്ടർ വരുന്ന സമയത്ത് DQന്റെ ഒരു സ്വാഗും സ്റ്റൈലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഞാൻ അത് കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ചോരയൊക്കെ ഉണ്ട് കയ്യില് ചോര, തോക്ക്, പുറകിൽ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലും തോക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു പൊളി സാധനമായിരിക്കും തോന്നുന്നു. ആവട്ടെ. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, DQന്റേതായ ഒരു പൊട്ടൻഷ്യൽ ആക്ച്വലി ഉണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇത് വെറുതെ കുത്തരാജു, മാസ്, സൂപ്പർ സ്റ്റാർ, ഉണക്കേട മൂട്, മാങ്ങ തൊലി, മമ്മൂക്കട മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെറുതെ ആ ലെവലിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കാനും മാസിന് വേണ്ടി മാസ് കയറ്റാനും സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആക്കലും ആ ലെവലിലേക്കൊക്കെ പണ്ണാൻ നോക്കുമ്പോഴാണ് മൂഞ്ചി തെറ്റി പുഴുങ്ങിയ പോലെയൊക്കെ ആവുന്നത്. അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി ഒരു ആക്ടർ എന്താണ്, അയാളുടെ പൊട്ടൻഷ്യൽ എന്താ, അയാളുടെ സ്വാഗം പരിപാടികളൊക്കെ എങ്ങനെയൊക്കെയാണ്, ഈ സംഗതി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പരിപാടി അയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു റൈറ്റർ ഡയറക്ടർ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് ഈ ലുക്ക് തന്നെ നോക്കൂ, DQന് സ്യൂട്ട് ആവുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഡയലോഗ് ഡെലിവറിയിലും ക്യാരക്ടറൈസേഷനിലും ഒക്കെ ആ സാധനം റിഫ്ലക്ട് ചെയ്യും. അല്ലാതെ ഈ കൊത്തരാജു പോലത്തെ ഒരു ക്യാരക്ടറൊക്കെ എടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോ അതൊരു മാതിരി ആ നടനെ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ളൊരു പ്രയാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാളെ കൊണ്ട് മറ്റേ ലോക്കൽ ടൈപ്പ് സാധനം ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അയാൾ തന്നെ പ്ലേസ് ചെയ്ത രീതി തെറ്റിപ്പോയി ആ സിനിമയ്ക്കകത്ത്. ഇപ്പൊ മറ്റു ഭാഷ, ഐ റെസ്പെക്ട് അതർ ലാംഗ്വേജസ് സീരിയസ്ലി. കാരണം മലയാളത്തിൽ അയാൾ ഗ്യാപ്പ് ഇട്ടു, വെരി ഗുഡ്, നന്നായി, നല്ല സ്ക്രിപ്റ്റും നല്ല പരിപാടി ഉണ്ടെങ്കിൽ മാത്രം അയാൾ ചെയ്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ ഇവിടെ വെറുതെ ചെയ്തിരുന്നിട്ട് കോമാളിയാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവിടെ എന്താ ലക്കി ഭാസ്കർ പോലൊരു സിനിമ കിട്ടി, ഡാർക്ക് ഷെയ്ഡുള്ള പരിപാടി മൂപ്പര് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അയാളുടെ സ്വാഗം സ്റ്റൈലും കിട്ടുന്നത്. എനിക്കിഷ്ടമാണ് അയാളുടെ അങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻ സാധനങ്ങൾ കാണാൻ. ഈവൻ ലാസ്റ്റ് കണ്ട കാന്ത രണ്ടിലും പുള്ളി കിടലിനായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. പിന്നെ ചുപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സീതാരാമം. മറ്റു ഭാഷയില് ആൾക്കാർ ഇങ്ങേരുടെ പരിപാടികൾ എന്താ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു രസാ. ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉപയോഗിക്കണം. ഇവിടെ വെറുതെ സൂപ്പർ സ്റ്റാർ ആക്കാൻ നോക്കുമ്പോഴുള്ള കുഴപ്പങ്ങളാണ് ആക്ച്വലി ഈ കിങ് ഓഫ് കൊത്തയിലൊക്കെ നമ്മൾ കണ്ടത്. ഒരുമാതിരി തൊലിഞ്ഞ ഡയലോഗ് പറയിപ്പിക്കുക. ഐ എം സോറി ടു എന്താ പറയാ ടോക്ക് അബൌട്ട് ദാറ്റ് മൂവിയൊക്കെ, ബട്ട് പറയണം അതിൻ്റെ അകത്തുള്ള കുറെ എന്താണ് എന്താണ് കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലടാന്നോ, ഒന്ന് തൂക്കാൻ പറ്റുമെങ്കിൽ തൂക്കടാന്നോ, എന്തൊരു സാധനം ഇതൊക്കെ എഴുതി പിടിപ്പിക്കുമ്പോഴേ ഒരു ഇത് വേണ്ടേ. അത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സിനിമയുടെ രീതി, പരിപാടികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ആണ് ഇത്തരത്തിലുള്ള കിങ് ഓഫ് കൊത്തയിലുള്ള ഡയലോഗ്സ് എഴുതി പിടിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഈ സൂപ്പർ സ്റ്റാർ ആക്കണമല്ലോ. ഇത് പുള്ളി പറയും വേണ്ടേ. ഇത് പുള്ളി പറയും കൂടി ആവുന്ന സമയത്ത് വല്ലാതെ ബലേപേഷാവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഗിമ്മിക്കുകളുടെ ആവശ്യമില്ല ആക്ച്വലി. കാരണം ഇയാൾ കഴിവില്ലാത്ത ഒരാളല്ലല്ലോ, കഴിവുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങേരുടെ ആ പൊട്ടൻഷ്യലും അങ്ങേരുടെ USP മനസ്സിലാക്കി അയാളെ കൊണ്ട് പണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ഒരു നല്ല റൈറ്ററിന്റെയും ഡയറക്ടറിന്റെയും ഒരു കഴിവ് എന്ന് പറയുന്നത്. അത് ഇതിന്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ദാറ്റ്സ് ഇറ്റ്, ബൈ ബൈ.